ഹായ് ഓൾ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So, ഇന്ന് നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് ഹൗ ടു കിക്ക് സ്റ്റാർട്ട് അവർ ജേർണി ടുവേർഡ്സ് നെറ്റ് ഡിസംബർ 2025 ഫോർ സൈക്കോളജി സബ്ജക്റ്റ്. ജൂണിൽ നടന്ന എക്സാമിൻ്റെ കുറച്ച് അനാലിസിസും അതിലുണ്ടായിരുന്ന സ്ട്രാറ്റജീസും ഇൻസൈറ്റ്സും ഒക്കെ ഗ്യാദർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഡിസംബറിനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നെറ്റ് എന്ന് പറയുമ്പോഴേ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വരും അല്ലേ. എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഡു വി സ്റ്റഡി ഹാർഡ് ഓർ ഡു വി സ്റ്റഡി സ്മാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എത്രത്തോളം പാടായിരുന്നു ഇത്തവണത്തെ എക്സാം, ജൂൺ 2025 നടന്ന സൈക്കോളജി പേപ്പർ എത്രത്തോളം ഹാർഡായിരുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. സോ ടുഡേ വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദി സിലബസ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വിത്തിൻ ദ സിലബസ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് സ്ട്രക്ചേർഡ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓഫ് ജൂൺ 2025 നടന്ന സൈക്കോളജി എക്സാമിൻ്റെ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇൻ ഓർഡർ ടു മാക്സിമൈസ് അവർ സക്സസ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കഷൻ. ഓക്കെ, സോ നമ്മുടെ യൂണിറ്റ്സ് നോക്കുമ്പം there are 10 different units within psychology and you can see അതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വെയിറ്റേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ യൂഷ്വലി ഇറ്റ് ഇസ് സീൻ ദാറ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ബി വിത്തിൻ ദി റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് ഓരോ വർഷവും വേരി ചെയ്ത് വരുന്ന ഒരു പ്രൊസീജിയർ ആണെങ്കിൽ പോലും മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 12-15% ഓഫ് വെയിറ്റേജ് കാണാറുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഫ്രോം അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഫൊർഗെറ്റിംഗ് അത്തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്നും ഒരു ഹയർ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂഷ്വലി കാണുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒട്ടും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലാത്തൊരു ഏരിയയാണ് എമേർജിങ് ഏരിയാസ് ഓഫ് സൈക്കോളജി. കാരണം ഒരു 4% മിനിമം എങ്കിലും യൂഷ്വലി ചോദിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഏരിയ നെഗ്ലക്ട് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യരുത്. ബിക്കോസ് ദിസ് ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾസോ ഹാഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സൈബർ ബുള്ളിങ്, റിലേറ്റഡ് ടു പീസ് സൈക്കോളജി ആൻഡ് സോ ഓൺ. സോ പ്ലീസ് ഡോണ്ട് നെഗ്ലക്ട് സച്ച് ക്വസ്റ്റ്യൻസ്. മേക്ക് ഷുവർ യു ലുക്ക് ഇൻ ടു ദാറ്റ് ആസ് വെൽ. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് ഹൗ ഇസ് ഇറ്റ് സ്ട്രക്ചേർഡ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ത്രൂ ഔട്ട് ദി എൻറ്റയർ നെറ്റ് പ്രിപ്പറേഷൻ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. അല്ലാതെ കാണാതെ പഠിക്കുന്നത് റൂട്ട് ലേണിങ്ങോ മെമ്മറൈസേഷനോ അല്ല ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബട്ട് റാദർ ഓരോ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്, ഓരോ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് അപ്ലൈഡ് ആയി കിടക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള കാര്യം. സോ എന്തൊരു തരത്തിലുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോഴും വിത്തിൻ സൈക്കോളജി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഹൗ ഇറ്റ് ഇസ് കോൺസെപ്ച്വലി കണക്റ്റഡ് ഓർ ഹൗ ഇറ്റ് ഇസ് അപ്ലൈഡ് ഇൻ വേരിയസ് സെറ്റ് ഓഫ് കോണ്ടെക്സ്റ്റസ്. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് വരുന്നത് എമർജൻസ് ഓഫ് സൈക്കോളജി ആണ്. സോ അതിനകത്ത് മേജർലി വരുന്നത് സൈക്കോളജി ഇന്ത്യൻ ട്രഡീഷനിൽ, ഈസ്റ്റേൺ ട്രഡീഷനിൽ എങ്ങനെയാണ് എമേർജ്ഡ് ആയിട്ട് വന്നിരുന്നത്, ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഭഗവത്ഗീത, ബുദ്ധിസം, സൂഫിസം അത്തരത്തിലുള്ള ടോപ്പിക്സിൽ നിന്ന് സൈക്കോളജി എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു. അപ്പം പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസും ഇൻഡിപെൻഡൻസ് എറയിലും സൈക്കോളജിയുടെ റൂട്ട്സ് എന്തൊക്കെയാണ് കിടക്കുന്നത്, എവിടെയൊക്കെയാണ് ഒരു കൊളോണിയൽ എൻകൗണ്ടർ ഒക്കെ ആയിട്ട് സൈക്കോളജിക്ക് റൂട്ട്സ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ്. യൂഷ്വലി ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദിസ് ടൈം ഓൾസോ ദർ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു യോഗ, റിലേറ്റഡ് ടു ത്രിഗുണാസ്, ഈവൻ ബുദ്ധിസം, സൂഫിസം അത്തരത്തിലുള്ള ടോപ്പിക്സിൽ നമുക്ക് യൂഷ്വലി എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. സോ ഡോണ്ട് നെഗ്ലക്ട് ദിസ് ഏരിയ ആസ് വെൽ. ഇതിൻ്റെ ഒരു മേജർലി ഒരു വലിയൊരു കോൺസെപ്ച്വൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് കാണാറില്ല. എപ്പോഴും ഒരു റൂട്ട് ബേസ്ഡ് ലേണിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി എമർജൻസീസ് ഓഫ് സൈക്കോളജി എന്നുള്ള യൂണിറ്റിൽ നിന്ന് വരിക. സോ അതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും ഉത്തരം കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു വെസ്റ്റേൺ ട്രഡീഷനിൽ എങ്ങനെയാണ് സൈക്കോളജി ഇവോൾവ് ചെയ്ത് വന്നത്, ഡെഫിനറ്റ്ലി സ്കൂൾസ് ഓഫ് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ടൈം ഓൾസോ ദർ വാസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു വൂണ്ട്. വില്യം വൂണ്ടിൻ്റെ അനാലിസിസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് സൈക്കോളജിയാണ്? ഇസ് ഇറ്റ് ഇൻഡിവിജ്വലിസ്റ്റിക് സൈക്കോളജി, അനലിറ്റിക്കൽ സൈക്കോളജി, content psychology, and a lot of options were given. So try to understand different schools of psychology. Wound particularly was based on structuralism or contents of psychology ആണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ the answer aligns a little more to content psychology rather than to all other options.
അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻസിലേക്ക് വരിക. അപ്പം ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജി, അത് എങ്ങനെയാണ് ഓരോ സ്കൂളുകളും ഡിഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്കൂളിൽ നിന്ന് മറ്റു സ്കൂളിലും എന്താ ഈ സിമിലാരിറ്റീസ് കിടക്കുന്നതും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓൾ ദി സ്കൂൾസ് ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, മെത്തഡോളജി, പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചോദിച്ചു കാണാറുണ്ട്. ഓഫൻ മാച്ച് ദ ഫോളോയിങ് പോലത്തെ ചോദ്യങ്ങളിൽ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി എന്നുള്ള ഒരു ലിസ്റ്റായിട്ടും നെക്സ്റ്റ് ലിസ്റ്റിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ആണ് കൊടുത്തു കാണാറ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ് വെൽ. The second module is definitely research methodology and statistics അല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂളാണ് മിക്കപ്പോഴും നമുക്കൊക്കെ പാടായിട്ട് വരാറുള്ളത്. അപ്പം ഈ ഒരു മോഡ്യൂളിൽ പക്ഷെ once we understand the knack of it, once we understand the logic of it, it becomes pretty simple. Definitely research, this time also there were questions related to the steps of research. How is a research procedure facilitated? അപ്പോൾ കുറേ ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതുപോലെ സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി മെത്തഡോളജി ഓഫ് റിസർച്ചസ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്വാസി എക്സ്പെരിമെന്റ്സ് എന്താണ്, ഫീൽഡ് സ്റ്റഡി, ഗ്രൗണ്ടഡ് തിയറി, എത്തനോഗ്രഫി, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി സ്റ്റാൻഡർഡൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്താണ്. സോ there was a question this time as well. എന്താണ് ഫ്രീഡ്മാൻ ടെസ്റ്റ് എന്താണെന്ന് ഉത്തരം വരുന്നൊരു ചോദ്യമായിരുന്നു ദിസ് ടൈം ഓൾസോ ചോദിച്ചിരുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് എന്താ, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതുപോലെ തന്നെ കോറിലേഷൻ അനാലിസിസ്. അപ്പം കോറിലേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്. പോയിന്റ് സീരിയൽ, ബൈ സീരിയൽ, പൈ കോയിഫിഷ്യൻറ്റ്, പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ്. അപ്പം ഇതും ഇത്തവണ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, നമ്മളത് ഉടനെ കാണുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. സോ വൺസ് വി അണ്ടർസ്റ്റാൻഡ് ദി ലോജിക് ഓഫ് ഇറ്റ്, എവിടെയാണ് ഫൈവ് ഫിനോമിനൻ ഉപയോഗിക്കുന്നത്, എവിടെയാണ് നമ്മൾ ബൈസീരിയൽ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ലോജിക്കിലൂടെ. സോ വെൻ ടു യൂസ് എ പാരാമെട്രിക് ടെസ്റ്റ്, വെൻ ടു യൂസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്, വെൻ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫോൾ ചെയ്യുന്നില്ലെങ്കിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഒരു ബെൽ ഷേപ്ഡ് കർവിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഫോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എപ്പോഴും നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കുക, വിച്ച് ഇസ് ആക്ച്വലി ഈക്വിവലൻസ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റ്. അപ്പം പാരാമെട്രിക് ടെസ്റ്റ് ആയ ടി ടെസ്റ്റ് ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്. പാരാമെട്രിക് ടെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് കോറിലേഷൻ അതിൻ്റെതായി ഈക്വലൻ്റ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക്, നോൺ പാരാമെട്രിക് നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ് വിൽ സീ സൂൺ. സോ ട്രൈ ടു തിങ്ക് ഇറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മാനർ. അതുപോലെ റിഗ്രഷൻ്റെ സിമ്പിൾ റിഗ്രഷൻ എന്താണ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഡെഫിനറ്റ്ലി ലാസ്റ്റ് ടൈം ഡിസംബർ 2024 ഉണ്ടായിരുന്ന നെറ്റിൽ ഫാക്ടർ അനാലിസിസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫാക്ടർ അനാലിസിസിൻ്റെ സ്റ്റേജസ് എന്താണ് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. So try to learn that as well. പിന്നെ നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്, അനോവ, റാൻഡം ബ്ലോക്ക് ഡിസൈൻസ്, ലാറ്റിൻ സ്ക്വയർ, കൊഹോർട്ട് സ്റ്റഡീസ് ഒക്കെ ഓഫൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് സീക്വൻഷ്യൽ, ലോങ്ങിറ്റ്യൂഡിനൽ, അതൊക്കെ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി അതൊക്കെ നോക്കുക. മനോവ, അൻകോവ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്. സോ once we get a knack of it, definitely research in statistics becomes a lot more easier. So rather than rote learning, rather than by heart ആയിട്ട് പഠിക്കുന്നതിന് പകരം ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ചോദ്യം നമുക്ക് ഇൻഹെറൻ്റ്ലി ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ടുവേർഡ്സ് ദിസ് പെർട്ടിക്കുലർ മോഡ്യൂൾ. The next module is psychological testing. So psychological testingil നിന്ന് ഇത്തവണ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ കൂടുതലും ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക എന്നുള്ള ചോദ്യങ്ങളാണ്, നമ്മളത് ഉടനെ കാണുന്നതായിരിക്കും. സോ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഡിഫറെൻറ്റ് ടെസ്റ്റ്. അപ്പം ഇൻ്റലിജൻസ് ടെസ്റ്റ് പലതും തന്നിട്ട് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ തന്നിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് യൂണിറ്റിനകത്ത് വരുന്ന വേറൊരു ടൈപ്പ് കോൺസെപ്റ്റാണ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. ഇത്തവണയും ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഐറ്റം ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ്, ഐറ്റം ഡിഫിക്കൽട്ടി ഇൻഡെക്സ് റിലേറ്റഡ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഐറ്റം റൈറ്റിംഗ്, ലാസ്റ്റ് ടൈം ഓൾസോ there were questions related to നെറ്റ് ഡിസംബർ 2024 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും എങ്ങനെയാണ് ദ ഹോൾ സ്റ്റെപ്പ് ഓഫ് മേക്കിംഗ് എ സൈക്കോമെട്രിക് ടൂൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്റ്റാൻഡർഡൈസേഷൻ എന്താണ്, റിലയബിലിറ്റി, വാലിഡിറ്റി, നോംസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന സിമാൻറ്റിക് സ്കെയിൽസ്, ലൈക്കർട്ട് സ്കെയിൽസ്, എന്താണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്, ഗട്ട്മാൻ സ്കെയിൽസ് എന്നുള്ള കാര്യങ്ങൾ,
try to understand എന്നുള്ളതാണ്. And definitely applied applications of psychological testing are also often asked. Then next module is about biological basis of behavior. So ഈ ഒരു particular module ന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇത്തവണ കണ്ടിരുന്നത് ഒരു ന്യൂറോൺ ബോഡിയുടെ ഡിഫറെൻറ്റ് parts in the chronological order. So there was a dendrite, then comes the soma or the cell body, then comes the axon, then comes the terminal buttons, the axon, the terminal endings എന്നുള്ളതാണ്. So ആ ഒരു chronological order കണ്ടുപിടിക്കുക എന്നുള്ളത് this time ഒരു വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡ് ചോദ്യങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒറിജിൻ റിലേറ്റഡ് ചോദ്യങ്ങൾ. അപ്പം ഡോപ്പമിൻ എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആൻസർ സബ്സ്റ്റാൻഷ്യ നയഗ്ര. അതുപോലെ തന്നെ റഫേ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിച്ച് ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ കംസ് ഇൻ, ദാറ്റ് ഇസ് സെറോട്ടോണിൻ. ലോക്കസ് സിയാറിലസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്, എപ്പിനെഫ്രിൻ. അപ്പം ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എഫക്റ്റുകളും അത് കുറഞ്ഞാലും കൂടിയാലും ഉണ്ടാവാൻ സാധ്യതയുള്ള മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസും അതിൻ്റെ ഒറിജിനും മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് റിലേറ്റഡ് ടു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളതാണ്. ദെൻ ഡെഫിനറ്റ്ലി സെൻസറി സിസ്റ്റംസ്, നമ്മുടെ സെൻട്രൽ പെരിഫറൽ നെർവസ് സിസ്റ്റംസ്, അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ബ്രെയിനിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ടൈം ദർ വാസ് എ ക്വസ്റ്റ്യൻ വിച്ച് വാസ് ദി മോസ്റ്റ് റീസെൻ്റ്ലി ഡെവലപ്ഡ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, എവോൾവ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. സോ ദി ഓപ്ഷൻസ് ഇൻക്ലൂഡ് ഡോർസൽ പാർട്ട്, വെൻട്രൽ പാർട്ട്, സൾക്കൈ, ഗൈറൈ. അപ്പം ഓപ്ഷൻസ് ഒക്കെ A, B, C അത്തരത്തിലുള്ളതായിരുന്നു. അപ്പം നമ്മൾ ഇതിൽ നിന്ന് 2 എണ്ണം കറക്റ്റ് ആൻസർ ആണെന്ന് നമുക്ക് അറിയാം. ഏതാണ് 2 എണ്ണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് ഇവോൾവ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ വിച്ച് ഹ്യൂമൻസ് ഹാവ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ സെറിബ്രൽ കോർട്ടെക്സിനകത്തുള്ള നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് മടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ. ആ ഒരു മടക്കുകളും അതിൻ്റെ റിഡ്ജസും ഇതിനെ പറയുന്നതാണ് സൾക്കൈ, ഗൈറൈ, ഫിഷർ എന്ന് പറയുന്ന ചില ടെർമിനോളജീസ്. അപ്പം ദി ആൻസർ ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇസ് സൾക്കൈ ആൻഡ് ഗൈറൈ, ബിക്കോസ് ഇത് രണ്ടുമാണ് സെറിബ്രൽ കോർട്ടെക്സിൽ കാണപ്പെടുന്ന സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സൾക്കൈ, ഗൈറൈ ആണ് ഏറ്റവും ഇവോൾവ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആയിട്ട് നമുക്ക് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഫ്രം ദീസ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഗിവൻ. സോ അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ദിസ് റിക്വയർസ് എ മച്ച് മോർ conceptual learning rather than root learning എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഇൻവേസീവ് മെത്തേഡ്സ്, റീജനറേഷൻ ടെക്നിക്സ്, ലീഷൻ ടെക്നിക്സ് ഇതൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. സ്കാനിങ് മെത്തേഡ്സ്, അതായത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള മെത്തേഡ്സ്, PET, CT, MRI, ഫങ്ഷണൽ MRI, ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് എന്താണ്, ഇത് എങ്ങനെയാണ് ഒന്നിൽ നിന്ന് മറ്റതിന് ഏതിനാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്, ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്, ഏതാണ് ഏറ്റവും മോസ്റ്റ് കൺസിഡേർഡ് ആയിട്ടുള്ളത് ഇൻ ഡിഫറെൻറ്റ് സിനാരിയോസ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. Then of course thirst, sleep, sex, hunger, അതായത് ഇതിൻ്റെയൊക്കെ ഫിസിയോളജിക്കൽ മെക്കാനിസംസ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദിസ് ടൈം ഓൾസോ ബയോളജിക് ഇമോഷൻ്റെ ഡിഫറെൻറ്റ് തിയറീസ് വർ ആസ്ഡ്. സ്കാച്ചർ സിംഗർ, ജെയിംസ് ലാംഗെ, ദെൻ കാനൻ ബാർട്ട് ഒക്കെ ഒരു ലിസ്റ്റായിട്ട് തന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് വർ ഓൾസോ ആസ്ഡ്. വി വർ ആസ്ഡ് ടു മാച്ച് ദി ലിസ്റ്റ്. സോ അതും അതുപോലെ തന്നെ അതിൻ്റെ ബയോളജിക്കൽ ബേസിസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് അമിഗ്ഡല വിച്ച് അസോസിയേറ്റഡ് വിത്ത് ഇമോഷൻസ്, എങ്ങനെയാണ് ഹിപ്പോ ക്യാമ്പസ് അസോസിയേറ്റഡ് വിത്ത് ഇമോഷൻസ്, ലിംബിക് സിസ്റ്റം എന്താണ് ഇൻ ജനറൽ എന്നറിഞ്ഞിരിക്കുക. ജെനറ്റിക്സ്, ബിഹേവിയർ, ക്രോമസോമൽ അനോമലീസ്, ട്രൈസോമി 21 എന്താണ്, അല്ലെങ്കിൽ ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്താണ്, ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. സോ ഡിഫറെൻറ്റ് ക്രോമസോമൽ അനോമലീസും അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു ക്രോമസോം നമ്പർ ഏതാണ്, ഓട്ടോസോമൽ ആണോ, സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള അനോമലീസ് ആണോ എന്ന് മനസ്സിലാക്കുക. Then nature, nurture, controversies, twin studies, adoption studies all will fall under biological basis of behavior. The next module is attention, perception, learning, memory and forgetting. So it's a very big module. It has a lot of concepts. This time also there was a question on attention, which is the attention model that is associated with the filtration of information based on physical characteristics of that particular information. And the answer to that definitely would be Broadbent's theory. It's simplest form of theory, simplest form of attention theory, which talks about a filtration on a superficial level. Broadbent theory and first theory of attention.
അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഐഡിയ ഇങ്ങനെ നമുക്ക് തിയറീസ് മനസ്സിലാക്കാം. തിയറീസ് വായിക്കുക, അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല അതെങ്ങനെയാണ് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത്, എങ്ങനെയാണ് കോൺസെപ്ച്വലി അതിനെ മാറ്റർ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് when it comes to net. So different forms of attention, we have sustained, we have divided attention, lot different types of attention. അതുപോലെ തന്നെ മോഡൽസിനകത്ത് ഇപ്പം ലേറ്റ് സെലക്ഷൻ മോഡൽസ് ഉണ്ട്, കപ്പാസിറ്റി മോഡൽസ് ഉണ്ട്, ഏർലി സെലക്ഷൻ മോഡൽസ് ഉണ്ട്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദോസ്. പെർസെപ്ഷനിൽ നമ്മൾ പെർസെപ്ഷനിൽ എപ്പോഴും കാണപ്പെടുന്ന ചോദ്യങ്ങളാണ് binocular and monocular cues of depth perception. So this time also there was a question related to how do we understand the apparent movement of the moon നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുമല്ലോ. സോ there were a lot of options: retinal disparity, linear perspective, size, object scaling, a lot more options were there, and the answer is this apparent distance കാരണമാണ് നമുക്ക് മൂണിനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അതിൻ്റെ apparent ഡിസ്റ്റൻസും സൈസ് ഒബ്ജക്റ്റ് വല്യൂഷനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ദി പെർട്ടിക്കുലർ ആൻസർ. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെൻറ്റ് മോണോക്യുലർ, ബൈനോക്യുലർ ക്യൂബ്സ്, different laws of Gestalt perception organization. So try to understand that perceptual constancy, size consistency, shape. Then signal detection theory. Signal detection theory hit endana, miss endana, rejection endana ennulla കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. Subliminal perception endana, പിന്നെ pattern recognition, ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. അതാണ് attention related, perception related ആയിട്ടുള്ള കാര്യങ്ങൾ. ലേണിംഗിൽ ഡെഫിനറ്റ്ലി നമ്മുടെ classical theories of learning, conditioning, classical conditioning, open conditioning. Open conditioning, this time there was a question related to reinforcement schedules. ഏത് reinforcement schedule ആണ് ഏറ്റവും കൂടുതൽ ലേണിംഗ് റേറ്റ് ഉള്ളത്, ഏറ്റവും ഈസിലി ലേൺഡ് ആവുക മെറ്റീരിയൽ, റെസിസ്റ്റന്റ് ടു എക്സ്റ്റൻഷൻ അല്ല, ഈസിലി ലേൺഡ് ആവുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇന്റർവെൽസിലാണ്? ഫിക്സഡ് ഇന്റർവെല്ലിലാണോ, വേരിയബിൾ ഇന്റർവെൽ, ഫിക്സ് സ്കെയിലിലാണോ, വേരിയബിൾ സ്കെയിലിലാണോ, റേഷ്യോ സ്കെയിൽസിലാണോ, ഇന്റർവെൽ സ്കെയിൽസിലാണോ എന്നായിരുന്നു ആ ചോദ്യം. സോ നമ്മൾ എന്ത് തിയറിയും എന്ത് ലേണിംഗിൽ പഠിക്കുമ്പോൾ there is always a applied context in learning. So, and these learning theories are also asked in the paper 1 as well. So try to, whenever you try to learn, you're learning it for 2 different papers in the Manslaka learning theories. Okay. Then the concept of different other types of learning, latent learning, observation learning. Observation learning is self-efficacy in very important കാര്യമാണ്. Different stages of observation learning. So we have attention, we have retention, then reproduction, and all those different types of stages within observation learning ഓർത്തിരിക്കുക. Then memory. Memory, this time there were 4 to 5 questions. So there were questions related to different the sequence of memory, memory process and also encoding, storage, retrieval. Our sequence ചോദിച്ചിരുന്നു. Then there were questions related to forgetting. So what is the sequence of forgetting in that particular context? So that is encoding failure, അത് കഴിഞ്ഞ് storage decay, interference, retrieval failure എന്നൊക്കെ തരത്തിലുള്ള അങ്ങനെയായിരുന്നു നമ്മളിതിനെ chronologically ഓർഡർ ചെയ്യുക. പിന്നെ ഡെഫിനറ്റ്ലി ഷോർട്ട് ടേം, ലോങ് ടേം, ഡിഫറെൻറ്റ് അറ്റ്കിൻസൺ ഷിഫ്റ്റിംഗ് മോഡൽ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ, ആൻഡ് അ ലോട്ട് മോർ. ചങ്കിങ് എന്താണ് എന്നുള്ളത് തവണ ചോദിച്ചിരുന്ന ചോദ്യമാണ്. സോ ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ് മെമ്മറി എന്ന് പറയുന്നത്. Then module 6 is about thinking, higher order cognitive processes. So within that, concept formation, reasoning, thinking, problem solving, intelligence in the past model recent years വളരെയധികം ചോദിച്ചു കണ്ടിട്ടുണ്ട്. This time also there was a question related to past model. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. റോബർട്ട് സ്റ്റേൺബർഗിന്റെ മോഡൽ, then ഗിൽഫേർഡിന്റെ ഇന്റലക്ട് മോഡൽ, അങ്ങനെ different theories of intelligence ഉണ്ട്. So you should be very much aware of that. This time also there was questions related to fluid and crystallized intelligence. അതും fluid intelligence എന്താണ്, crystallized intelligence എന്താണ് എന്നായിരുന്നില്ല ചോദ്യം. അതിനെ കുറച്ചും കൂടെ അപ്ലൈഡ് ലെവലിൽ ആയിരുന്നു ചോദ്യം. പെർട്ടിക്കുലർലി എനിക്കത് ഓർമ്മ വരുന്നില്ല, ബട്ട് അപ്ലൈഡ് ലെവലിലായിരുന്നു. നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലായിരുന്നു, അപ്ലൈഡ് രീതിയിലായിരുന്നു ഇന്റലിജൻസ് റിലേറ്റഡ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ക്രിയേറ്റിവിറ്റി, അതിന് ക്രിയേറ്റിവിറ്റിയിലെ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ഈ റീസെൻറ്റ് ഇയേഴ്സിൽ
ഇയേഴ്സിൽ കണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് മെറ്റാകോഗ്നിഷൻ, നോയിങ് അബൌട്ട് നോയിങ്, തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്നുള്ള ഐഡിയ. ദിസ് ടൈം ഓൾസോ there was a question related to metacognition, so please learn that as well. Okay. Then next module is personality, motivation, emotion, stress, coping. So here personality definitely different theories of personality is very much important. Last time also there were questions related to Cattell's theory of personality, Alport's theory of personality in the last time ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. Then definitely this moral development എപ്പോഴും ചോദിച്ചു കാണുന്ന ചോദ്യമാണ് moral development, Lawrence Kohlberg's theory. So whenever you learn Lawrence Kohlberg's theory, you also should learn about Carol Gilligan's theory of moral development, which talks about women's moral development. So try to read about that as well. Then comes motivational concepts. So this time there were a lot of questions from motivational concepts, because Maslow and the theory in the 3 to 4 questions ഉണ്ടായിരുന്നു, where we had to sequentially order, chronologically place different needs, so physiological needs, safety needs, and chronological order place ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. Then there were questions related to what happens when physiological needs or safety needs is not met എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള നീഡ് എന്നുള്ള ചോദ്യങ്ങൾ. സോ മാസ്ലോ തന്നെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ഡ്. അതുപോലെ തന്നെ മോട്ടിവേഷണൽ തിയറീസ്, കുറേ തിയറീസ് വന്നിട്ട് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സോ യു നീഡ് ടു നോ. ആൻഡ് in the recent exams, Ryan and Dacey self-determination theory of motivation is very much asked. So please do read about self-determination theory by Ryan and Dacey. Then comes emotion, stress management. So emotion ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കാറ്റസിംഗറും കാനൻ ബാർട്ടും ജെയിംസ് ലാംഗയും എല്ലാം തന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് അതിൻ്റെ ഓപ്ഷൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രെസ് കോപ്പിങ്ങിനകത്ത് എപ്പോഴും എത്തവണയും ഉണ്ടായിരുന്നൊരു ചോദ്യം കോൺഫ്ലിക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഇപ്പം അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അപ്പം കുറേ കോൺഫ്ലിക്ട്സ് തന്നിട്ട് ഡിഫറെൻറ്റ് ഇതിനകത്ത് നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ടൈപ്സ് ഏതൊക്കെയുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളുണ്ടാവും. പിന്നെ അപ്രൈസൽ റിലേറ്റഡ് ചോദ്യങ്ങൾ തവണ ഉണ്ടായിരുന്നില്ല, ബട്ട് റീസെന്റ് ഇയേഴ്സിലൊക്കെ കാണുന്നതാണ്. പ്രൈമറി അപ്രൈസൽ എന്താ, സെക്കൻഡറി അപ്രൈസൽ എന്താ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ആൻഡ് read it accordingly. Then social psychology. Social psychology ആണ് 8th module എന്ന് പറയുന്നത്. So in this particular chapter you can see how different social processes are detailed in. അപ്പം how our attitudes form, pro-social behavior എന്താണ്, group influences എന്താണ്, അപ്പം group stages, forming, storming, norming, ആ stages ഇത്തവണ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ കംപ്ലയൻസിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതും ഒരു അപ്ലൈഡ് രീതിയിലുള്ള ചോദ്യമായിരുന്നു. വേർ there was a particular person who went to a particular market, he had to buy something along whenever before he was in the decision to buy something, before even he thought of finalized, made the decision to buy something, he was given another add-on object to that particular thing that he was supposed to buy. അപ്പം എന്താണോ മേടിക്കാൻ നിന്ന് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട് എന്നുള്ളത് ആയപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി that person was into buying that particular stuff. So what is that particular principle of compliance called? It is called that's not all technique. അപ്പം അതുപോലെ ഫുഡ് ഇൻ ദ ഡോർ ഇൻ ദ ഫേസ്, ഇതൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്, ദിസ് ടൈം ചോദിച്ചിട്ട് ചോദ്യമാണ്. ദെൻ അബൌട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ദെൻ അബൌട്ട് ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. റോബേഴ്സ് കേവ് എക്സ്പെരിമെന്റ്, മിനിമൽ ഗ്രൂപ്പ് പാരഡിഗം പോലത്തെ തിയോറീസ്, സോഷ്യൽ ഐഡന്റിറ്റി തിയോറി ബൈ ഹെൻറി തെച്ച്ഫെൽ. സോ ട്രൈ ടു റീഡ് അബൌട്ട് ദാറ്റ് ആസ് വെൽ. പിന്നെ സോഷ്യൽ പെർസെപ്ഷൻ, ഇംപ്രഷൻ ഫോർമേഷൻ, ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, സ്റ്റീരിയോടൈപ്പ് എന്താണ്, prejudice എന്താണ്, ഡിസ്ക്രിമിനേഷൻ എന്താണ്, ഇതൊക്കെ ആറ്റിറ്റ്യൂഡ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ കോഗ്നിറ്റീവ് ഡിസനൻസിനെ പറ്റി എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ആട്രിബ്യൂഷൻ തിയോറീസ്, ആട്രിബ്യൂഷൻ ബയസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആക്ടർ ഒബ്സർവർ എഫക്റ്റ് ആയിക്കോട്ടെ, സെൽഫ് സെർവിങ് ബയസ്, ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ ഉള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളും അറിഞ്ഞിരിക്കുക. ഓക്കെ,
നെക്സ്റ്റ് മോഡ്യൂൾ ഇസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ. സോ ഇവിടെയാണ് മേജർലി നമ്മുടെ പിയാജയുടെ തിയറീസ്, എറിക് എറിക്സന്റെ തിയറീസ്. അപ്പോൾ എറിക് എറിക്സന്റെ തിയറീസ് പഠിക്കുമ്പം വേർച്യൂസ് മറക്കാതെ പഠിക്കുക. ഓരോ സ്റ്റേജിനും അതിൻ്റെതായ ഒരു വേർച്യൂ ഉണ്ട്. ഓരോ സ്റ്റേജിന്റെ ഫുൾഫിൽമെന്റ് ലീഡ്സ് ടു പെർട്ടിക്കുലർ ഡെവലപ്മെന്റ് ഓഫ് എ പെർട്ടിക്കുലർ വേർച്യൂ. സോ ട്രൈ ടു ലേൺ ദാറ്റ് ആസ് വെൽ. Then theories of development in the psychoanalytical, behavioristic, cognitive. So this time there was a question related to ordering the sequence of psychoanalytical theory. So psychosexual stages in the order ചെയ്യുക എന്നുള്ളതായിരുന്നു question. Oral stage, anal stage എന്നുള്ള പ്രോസസ്സുകളെ ഓർഡർ ചെയ്യുക. There was a question. Freudian theory ആണ്. അതുപോലെ തന്നെ സൈക്കോപതോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണാറുണ്ട്. ഇപ്പോൾ MBCT, CBT, REBT, DBT പോലത്തെ ടെക്നിക്കുകളും എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. സോ ട്രൈ ടു റീഡ് അബൌട്ട് ദാറ്റ് ആസ് വെൽ. MTCR ടെക്നിക്ക് പോലത്തെ ജെസ്റ്റാൾട്ട് തെറപ്പിയിൽ ഉള്ള ടെക്നിക്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എമേർജിങ് ട്രെൻഡ്സ് പോലെ ചോദിക്കാറുണ്ട്. സോ ട്രൈ ടു റീഡ് അബൌട്ട് ദാറ്റ് ആസ് വെൽ. Then the important area I made in a particular topic, emerging areas, because this time also there were questions related to cyberbullying, peacemaking stages. So don't neglect this particular module, even though you might find it a little more emerging area, but it is also emerging within it. So please don't leave it. Last time also there were questions related to negotiation and conflict resolution. So please make sure you are aware of these things. Even this time there was a question related to RPD, right of persons with disability ലുള്ള categories. How many categories of disabilities are there എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. So there were options 21, 20, 14 അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. The correct answer is 21. So അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ലെൻസിലും ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള ലെൻസിലും ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഡിസബിലിറ്റി ആൻഡ് gender issues were also asked. So try to include in all these topics whenever you prepare for NET exam. ഇനി നമുക്ക് ഇത്തവണ ചോദിച്ചിരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. The first question that I remember being asked was the inmost layer of meninges ഏതാണ് എന്നുള്ളതായിരുന്നു. So there were dura mater, pia mater, subarachnoid space, അതുപോലത്തെ കുറച്ച് questions ഉണ്ടായിരുന്നു, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. The correct answer to this particular question is pia mater. കാരണം pia materന്റെ തൊട്ട് താഴെ പിന്നെ നമ്മുടെ cerebral cortex ആണ്. So pia mater is the correct answer to this particular question. Then, as I said earlier, psychosexual stages in a chronological order place was another question. So, anal, oral, anal, phallic, latency, genital, and order lakkuga. So, whenever you learn this particular thing, try to learn it in terms of what is the major development and what happens if fixation occurs in each of these stages. Try to understand. And in oral stage, subdivided at two stages. Anal stage is the so ഇതിനകത്തുള്ള അങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഡെപ്ത് ആണ്. ഡെപ്തിനെ ഓഫ് ഇൻഫർമേഷനെ കാട്ടി കൂടുതലും നെറ്റിൽ മോസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഡെപ്തിലാണ് rather than breadth. So try to understand the terminologies and concepts in its deepermost level. Okay, so oral stage in two types and anal stage in two types and so try to understand those. Then as I said earlier, theories of emotion ചോദിച്ചിരുന്നു. Different theories of emotions match the following ആയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. Maslow's hierarchy of needs was asked a lot of different times. So different types of questions was ഇവിടുന്ന് തന്നെ ഈ ഒരു particular ടോപ്പിക്കിൽ നിന്ന് തന്നെ വന്നിരുന്നു. സോ വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക, അതിനെ ഓർഡർ ചെയ്യുക, സീക്വൻസ് ചെയ്യുക. കുറേ തരം ക്രോണോളജിക്കൽ ഓർഡറിലാക്കുന്ന സീക്വൻസ് റിലേറ്റഡ് ചോദ്യങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു. ആൻഡ് many of these നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ജസ്റ്റ് ഹാവ് ടു റിമെമ്പർ ദിസ് പെർട്ടിക്കുലർ ഓർഡർ. സോ ട്രൈ ടു ലേൺ ഇറ്റ്. അനദർ കുറച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ചോദിച്ച് കണ്ടിരുന്ന ഇത്തവണത്തെ നെറ്റിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ഹെൻറി ഗോഡാർഡിൻ്റെ മൈൻഡ്ലാൻഡ് സ്റ്റഡിയിൽ ഒരു പെർട്ടിക്കുലർ മെന്റൽ ഏജ് ഓഫ് 3 ആണ് എൻ്റെ ഓർമ്മ. 3 മെന്റൽ ഏജ് 3 വരുന്ന ആൾക്കാരെ എന്താണ് പറയുക? മോറോൺ ആയിട്ടാണോ പറയുക, ഇംബിസിയൽ ആയിട്ടാണോ പറയുക, ഇഡിയറ്റ്സ് ആയിട്ടാണോ പറയുക? അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇത് കുറച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ
Henry Goddard എന്ന് പറഞ്ഞ ഒരാള് a researcher was very much interested to understand different types of intelligence, different types of intelligent levels, IQ levels, and he was influenced by Binet Simon. Alfred Binet testing timeilana he did his major work on. So he wanted to understand whether this feeble mindedness അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അതിനെ അറിയപ്പെടുക intellectual disability എന്നുള്ള ടേമിലാണ്. intellectual disability inherited ആണോ, does it carry a heritage value എന്നുള്ളതായിരുന്നു he wanted to understand. And he later published a particular book called Kaliak Family, a study on Kaliak family. അതിനകത്തൊരു fictional book ആണെങ്കിൽ പോലും he talks about different characters who had married among each other and how feeble-mindedness അല്ലെങ്കിൽ intellectual disability was passed on, it carry a hereditary root എന്നുള്ളതാണ്. So in this particular question was to understand what would be a person of mental age of 3 with a chronological age of higher than 3 we called എന്നുള്ളതായിരുന്നു. സോ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇംബിസൈൽ ആണോ അതോ മോറോൺ ആണോ ഇഡിയറ്റ് ആണോ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ടേംസ് യൂസ്ഡ് അല്ലെങ്കിലും അന്ന് അതിനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത് എന്നായിരുന്നു in the question asked. Okay, a little bit out of box ചോദ്യമായിരുന്നു. that was മറ്റു ചോദ്യങ്ങളൊക്കെ കുറേയൊക്കെ നെറ്റിൽ ഇത്തവണ കണ്ടിരുന്നത് വളരെ മോഡറേറ്റ് ആയിട്ടുള്ളതും മോഡറേറ്റ് ഡിഫിക്കൽട്ടിയിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ദിസ് ടൈം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, now another question was basal ganglia dominates the entire function of. So to answer this question you need to understand entire motor function ആണ് ചോദ്യം. So motor function control ചെയ്യുന്ന ഏതൊക്കെ പാർട്സ് ആണ് in a human brain എന്നുള്ളത് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. human brain definitely controlled by human brainന്റെ motor function basal ganglia ഒരു important function ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഹ്യൂമൻസിൽ മേജർലി നമുക്ക് there are areas within a frontal lobe associated with motor cortex അല്ലെങ്കിൽ associated with motor function എന്നുള്ളതാണ്. So in this particular question we need to understand that it is the decerebrate organisms or organisms who doesn't have a cerebral cortex majorly relies on basal ganglia for motor function. അതാണ് ഇതിനകത്തെ ബേസിക് ഐഡിയ, അതാണ് ഇതിന്റെ ബേസിക് ലോജിക് എന്നുള്ളതാണ്. ദി ഓപ്ഷൻസ് വർ എ ബി ബി സി, അങ്ങനത്തെ 2 ഓപ്ഷൻസ് കറക്റ്റ് ഉള്ള സാഹചര്യമായിരുന്നു. സോ ഇതിനകത്ത് ഡെഫിനറ്റ്ലി എലിഫൻസും ഹ്യൂമൻസിലും സെറിബ്രൽ കോർട്ടെക്സ് ഉള്ളതുകൊണ്ട് തന്നെ ദേ ആർ മച്ച് മോർ സെറിബ്രേറ്റ് ഓർഗാനിസംസ് ആണ്. ബേസൽ ഗാംഗ്ലിയ ഡിപ്പെൻഡ് ചെയ്യും ബട്ട് നോട്ട് ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ. ഹവെവർ ബേർഡ്സ് ആൻഡ് reptiles ആണ് ഇതിന്റെ ഏറ്റവും മോസ്റ്റ് കറക്റ്റ് ആൻസർ. ആൻഡ് ബേർഡ്സ് they have other structures as well. However they are also dependent for basal ganglia for their motor function. So correct answer birds and reptiles are. Then there were questions on correlation. As I said earlier, options, so it was given as a match the following. So point serial, biserial, phi coefficient, product moment, ഇതൊക്കെ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. rather than ഇത് ബൈ ഹാർട്ടായി പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ലോജിക്കലി എന്താണ്. സോ പോയിന്റ് ബൈസീരിയൽ എന്ന് പറയുന്ന കോറിലേഷൻ നമ്മൾ to understand a relationship between one dichotomous and one continuous variable തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഡൈക്കോട്ടമസ് വളരെ ട്രൂ ആയിട്ടുള്ള, ഇപ്പം ജെൻഡർ മെയിൽ ഫീമെയിൽ, അപ്പം അത്തരത്തിലുള്ള വേരിയബിൾസ് ഒക്കെ വളരെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന, അല്ലാതെ നമ്മൾ ഒരാളെ മെയിൽ ആക്കുന്നതോ ഒരാളെ ഫീമെയിൽ ആക്കുന്നതോ അല്ല. Okay, naturally occurring continuous relationship between continuous and true dichotomous ആയിട്ടുള്ള വേരിയബിൾസ് ഇതിന്റെ കോറിലേഷൻ മനസ്സിലാക്കാനാണ് ബൈസീരിയൽ പോയിന്റ് ബൈസീരിയൽ ഉള്ളത്. ബൈസീരിയൽ കോറിലേഷൻ ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് a relationship between dichotomous and continuous variables. ഇതിനകത്തൊരു ക്യാച്ച് എന്ന് പറയുന്നത് dichotomous is artificially or apparent ആയിട്ടുള്ള dichotomous വേരിയബിൾ ആണ്. ഇപ്പം പാസ് ഫെയിൽ, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിൽ 50% ഓഫ് ആൾക്കാർ പാസ്സാവുന്നു, 50% ഉള്ള ആൾക്കാർ ഫെയിൽ ആവുന്നു. സോ 50% എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ്. സോ ദാറ്റ് ഡിറ്റർമൈൻസ് their inclusion into either of the groups. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോറിലേഷനെയാണ് ബൈസീരിയൽ കോറിലേഷൻ എന്ന് പറയുക.
phi coefficient, again, it is for understanding relationship between variables that are dichotomous. Naturally occurring ആയിട്ടുള്ള dichotomous ആയിട്ടുള്ള variables തമ്മിലുള്ള relationship മനസ്സിലാക്കാനാണ് phi coefficient ഉള്ളത്. And product moment is to understand the relationship between variables that are continuous. So continuous ആയിട്ടുള്ള variables, ഇപ്പോൾ height, weight എന്നുള്ള continuous ആയിട്ടുള്ള variables relationship മനസ്സിലാക്കാനാണ് product moment ഉള്ളത്. So ഇങ്ങനെയാണ് ഇതിനെ break down ചെയ്യുക, rather than ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം എന്തിനാണ് ഈച്ച് കോറിലേഷൻ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ ക്ലിയർ ടു അസ്. ഓക്കെ, then there were questions, as I said earlier, related to memory, which we already discussed, related to research, which also we discussed at the beginning. What are the stages of research എന്നുള്ളതാണ്. നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എടുക്കുന്നു, ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, പ്രൊപ്പോസിഷൻ, റിസർച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു, ഡിസൈൻ വരുന്നു, നമ്മൾ ഡേറ്റ അക്വയർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, പിന്നെ ഒരു അനാലിസിസ് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്കഷനിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് വാസ് ഓൾസോ ആസ്ക്ഡ് ഫോർ നെറ്റ് എക്സാം ദിസ് ടൈം. Then, as I said earlier, chronological chronological order of different psychological tests were asked. MBTI, MBTI, Rorschach, NeoPi, ഇത്തരത്തിലുള്ള psychological ടെസ്റ്റുകളുടെ ഓർഡർ എന്താണ്, chronological order എന്താണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. So again, the options were pretty clear because we know that NeoPi would be the last developed, the latest ആയിട്ടുള്ള, ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് NeoPi ആണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എലിമിനേഷൻ വഴി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ ദി മേജർ ഇമ്പോർട്ടൻറ്റ് part of net exam to solve a particular net question paper is to understand, to work smart. Okay, and this time the questions were pretty clear in that particular manner, where നമുക്ക് കുറേ ഓപ്ഷൻസ് ഈസിലി എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആൻസറിലേക്ക് എത്താനുള്ള വഴി ദിസ് ടൈം ഉണ്ടായിരുന്നു. There was also a question related to intelligence test, അപ്പം Alpha Army, Alpha Beta, Binet Simon's 30-item test and Wechsler test for intelligence. ഇതും chronological ഓർഡറിലാക്കുക. അപ്പം ഡെഫിനറ്റ്ലി നമുക്കറിയാം വെഷ്ലറിൻ്റെ ടെസ്റ്റാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആൻഡ് ഓപ്ഷൻ വിച്ച് gives the Wechsler's test as the latest one, നമുക്ക് സെലക്ട് ചെയ്ത് റൈറ്റ് ആൻസറിലേക്ക് എത്താനുള്ള പ്രൊവിഷൻ this time it was given. However, you need to know the different chronological order of each test എന്നുള്ളതാണ്. Okay, and then another question that was asked was action research. Action research in the stages എന്താണെന്നുള്ളത്, planning, acting, observing, reflecting, ഇതിൻ്റെ stages was also asked this time. And as I said earlier, chronological order of motivation theories. So Freud, Murray, Levin, Hull, Maslow, McClelland, Hesburgh, Ryan and Dacey. So Ryan and Dacey സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോട്ടിവേഷൻ തിയറി എന്ന് നമുക്ക് അറിയാമെങ്കിൽ, ആ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും കുഡ് ഹാവ് ബീൻ ഈസിലി ആൻസേർഡ് എന്നുള്ളത്, ബിക്കോസ് ദർ വർ നോ അതർ ഓപ്ഷൻ വേർ റൈൻ ആൻഡ് ഡേസി വാസ് ഗിവൻ ആസ് ദി ലാസ്റ്റ് ഓപ്ഷൻ ആസ്. സോ അതും ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിട്ട് എനിക്ക് ദിസ് ടൈം തോന്നി. And as I said, right of persons with disability ബില്ലിൽ എത്ര ഡിസബിലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു ചോദ്യം this time was asked. Then causes of forgetting, as I said earlier, this also we discussed earlier. Yeah, another question that was asked as a paragraph was a series of questions. Adlatha oru important ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത് fear of public speaking എന്താണ്. So the options included hematophobia, glossophobia, agoraphobia, and one more option. In the correct answer, glossophobia. So again, ഈ glossophobia-ലേക്ക് ഉത്തരം, even if you don't know what fear of public speaking is, but however you know what agoraphobia is, fear of not finding escape in different situations എന്നുള്ള fear ആണ് agoraphobia. If you know hematophobia അല്ലെങ്കിൽ hemoglobin എന്നുള്ള വാക്കുമായിട്ട് അസോസിയേറ്റഡ് hematophobia may be related to blood എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ എലിമിനേഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എലിമിനേഷൻ വഴി ഗ്ലോസോഫോബിയയിലേക്കും എത്താൻ വളരെയധികം സാധ്യത ഉണ്ടായിരുന്ന ചോദ്യം കൂടെ ആയിരുന്നു ഇതൊരു പാരഗ്രാഫ് ചോദ്യമായിട്ട് തന്നിരുന്നത്. അതിനകത്ത് ഒരു ചോദ്യം ഇത് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആയിരുന്നു. There was also another paragraph questions which also was related to health, lifestyle and so on. Okay, then general adaptation syndrome often asked ആയിട്ടുള്ള ചോദ്യമാണ്.
particularly alarm stage, resistance stage, exhaustion stage. അപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മുടെ ബോഡി equilibrium മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് was the kind of question that was asked this time. And so അത് മനസ്സിലാക്കണമെങ്കിൽ these different stages അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ബൈ ഹാൻസ് സെല്ലെ. ഡെഫിനറ്റ്ലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ഡിഫറെൻറ്റ് പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ആയിരുന്നു. സോ ദിസ് ടൈം ദി ക്വസ്റ്റ്യൻ ആസ്ക്ഡ് വാസ് ഹൗ ഡു യു കമ്പയർ മീൻസ് ഓഫ് ടു റിലേറ്റഡ് സാമ്പിൾസ് യൂസിങ് എ non-parametric test. അപ്പം the answer is a Friedman test. So please try to understand how each of these tests differ. Testing of a mean മാത്രമാണെങ്കിൽ definitely one sample test. അതിൻ്റെ equivalent ആയിട്ടുള്ള non-parametric test sign test ആണ്. Testing of means of two groups, two unrelated groups. Okay, രണ്ട് ഗ്രൂപ്പുകൾ unrelated ആയിട്ടുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ അത് independent sample t test ആണ്. Because unrelated ആയിട്ടുള്ള unrelated, the word unrelated itself means independent sample t test ആണ്. പിന്നെ അതിൻ്റെ equivalent ആയിട്ടുള്ള non-parametric test was Mann-Whitney test. Then comparison of means of related samples. Two related samples വരുമ്പോൾ again pair t test ആണ്. അതിൻ്റെ non-parametric Wilcoxon signed rank test ആണ്. Then comparison of means of more than two unrelated groups ANOVAയും അതിൻ്റെ non-parametric equivalent Krusal-Wallis test ആണ്. Then comparison of means of more than two related samples ആട്ടോ അവിടെ വരിക. അപ്പോൾ അത് repeated measures of ANOVA ആണ് in a parametric test, and this time the question was related to Friedman's test. And finally, assessing the relationship between two quantitative variables. If it's a normal distribution, it would be Spearman's correlation, and if it is in a non-parametric test, it would be if it is a parametric test, it would be Pearson's, and if it is a non-parametric test, it would be Spearman's correlation. Okay, so in general നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് മെത്തേഡ്സും കോഗ്നിറ്റീവ് സൈക്കോളജി ഒരു 25% ചോദിച്ചു കാണുന്നത്. ഈവൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലത്തെ ചോദ്യങ്ങൾ പോലും നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാറുണ്ട്. സോ 25% ഓഫ് യുവർ നെറ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. സോ അത് ക്രക്സ് ആണ്, പഠിച്ചിരിക്കുക. എമർജിങ് ഏരിയാസ് നോ ലോങ്ങർ ഓപ്ഷണൽ അല്ല. കാരണം അത്തരത്തിൽ അവിടെ നിന്നും ഒരു 4% ചോദ്യങ്ങൾ, 2 to 3 ചോദ്യങ്ങൾ പിന്നെ നെറ്റ് പേപ്പർ കാണാറുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വൺസ് ടഫ് ആണെങ്കിൽ പോലും വൺസ് അതിൻ്റെ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഈസിലി അറ്റൈനബിൾ തന്നെയായിട്ടുള്ള ഏരിയ ആണ്. സോഷ്യൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഒരു 15%, 20% കമ്പൈൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി അപ്ലൈഡ് കോണ്ടെക്സ്റ്റുകളിലാണ് യൂഷ്വലി ചോദ്യങ്ങൾ കാണുക. അത് വർക്ക് പ്ലേസിലും എഡ്യൂക്കേഷനും ഹെൽത്ത് സൈക്കോളജിയിൽ എങ്ങനെയാണ് ഈ ഏരിയാസ് അപ്ലൈഡ് ആവുക, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കാണുക. സോ ട്രൈ ടു ലേൺ ദീസ് കോൺസെപ്റ്റ്സ് ഇൻ എൻ അപ്ലൈഡ് കോണ്ടെക്സ്റ്റ്. ബയോളജിക്കലും കോഗ്നിറ്റീവ് ടോപ്പിക്സ് ഒക്കെ യൂഷ്വലി നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അറ്റൻഷൻ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ റീസെൻ്റ്ലി ഒരു ഇൻക്രീസ്ലി ചോദിച്ചു കാണാറുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് റിലയബിലിറ്റി, വാലിഡിറ്റി, ടെസ്റ്റ് കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടർ അനാലിസിസ് പോലത്തെ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷൻസിൽ തെറപ്പീസ്, ഡിഫറെൻറ്റ് ന്യൂവർ ടെക്നിക്സ് ചോദിച്ചു കാണാറുണ്ട്. സോ ബി അവെയർ ഓഫ് ദി ന്യൂവർ ടെക്നിക്സ് ദാറ്റ് കം ഇൻ ടു പ്ലേസ്. Then you can also expect a lot more questions from personality, motivation, Indian context, Indian logical നിന്നും കുറേ ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്ന ചോദ്യങ്ങൾ വരാറില്ല ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അവിടെ ഒരു റൂട്ട് ലേണിംഗ് നമുക്ക് കുറച്ചധികം യൂസ് ചെയ്യാം. കാരണം കോൺട്രിബ്യൂഷൻസും ഓരോ തിയറിറ്റിക്കൽ ഐഡിയാസും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ ലോജിക്, ഇന്ത്യൻ സൈക്കോളജിയിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. Okay, so to a roadmap പറയുക, strengthen ചെയ്യുക. Start with units that you are very much aware of. അതിൽ നിന്ന് ബിൽഡ് ചെയ്യുക, അതിൽ നിന്ന് കോൺസെപ്റ്റ് മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, PYQs കോൺസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുക. PYQ നമ്മൾ ആൻസർ ചെയ്യുന്നതിൻ്റെ മേജർ കാരണം തന്നെ we are not planning to understand what is the right answer here. We are planning to understand why not the other options are not right here. Okay, എന്തുകൊണ്ട് മറ്റ് ഓപ്ഷൻസ്, ആ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിൽ എന്തുകൊണ്ട് മറ്റ് ഓപ്ഷൻസ് കറക്റ്റ് ആയില്ല എന്നാണ് നമ്മളോട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് PYQയിൽ. സോ എലിമിനേഷൻ മെത്തേഡ് എന്നുള്ളൊരു ഐഡിയ അറിഞ്ഞിരിക്കുക. ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ കറക്റ്റ് കോൺസെപ്റ്റ് ആണോ അതോ അതൊരു ട്രാപ്പ് സ്റ്റേറ്റ്മെന്റ് ആണോ, ഹാഫ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളത്, ദാറ്റ് ഐഡിയ ഷുഡ് ബി ഇവോൾവ് വിത്തിൻ യു. അതുപോലെ തന്നെ that's what we always tell, work smart rather than working harder. Okay, applied ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഡോണ്ട് പാനിക്. ഈ ഒരു നെറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ പാനിക് ചെയ്യാതെ തന്നെ
അപ്രോച്ച് ചെയ്യുന്നൊരു പെർട്ടിക്കുലർ ഐഡിയ ആണ്. കാരണം 75% ഓഫ് ആക്യുറസി തന്നെ മതി GRF ക്ലിയർ ചെയ്യാൻ. പക്ഷേ 75% ഓഫ് ആക്യുറസി വേണം എന്നുള്ളതാണ്. സോ ഡോണ്ട് പാനിക്, ബട്ട് ഹവെവർ യു ക്യാൻ ഓൾവേസ് അറ്റംപ്റ്റ് എ ലോട്ട് മോർ ക്വസ്റ്റ്യൻസ് ടു ബി ക്ലിയറർ വിത്ത് ദി ഐഡിയ ഓഫ് ഹൗ ടു attempt a NET exam. Okay, so please build on how to understand how to clear NET. Okay, success is built on small daily efforts. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഡിസംബർ നെറ്റിനുള്ള പ്രിപ്പറേഷൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്മോൾ ഡെയിലി എഫേർട്സിൽ നിന്നാണ് വലിയ സക്സസ്സുകൾ നമുക്കിവിടെ എയിം ചെയ്യാം. 10 hour ആയിട്ടുള്ള കുത്തിയിരുന്നുള്ള റാൻഡം മാരത്തോൺസിനെക്കാട്ടി നല്ലത് എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്നതാണ്. ഓക്കെ, സോ study smart rather than studying harder. Okay, so thank you all. I hope the concepts are clear. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.